അർദ്ധവാർഷിക പരീക്ഷ 8ാം ക്ലാസ് താരീഖ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് മയ്യിസി സ്വവാബ ബിഹാദിഹി, ഹാദിഹി നൽകിക്കൊണ്ട് ഉത്തരം കണ്ടെത്താനാണ്. അതിൽ 6 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് തുവഫിയ ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു മരിച്ചത് സനത്ത 20 ഹിജറ 20 എന്നുണ്ട്, സനത്ത 70 ഹിജറ 70 എന്നുണ്ട്. ശരിയായത് സനത്ത 20 എന്നതാണ്. രണ്ടാമത്തത് അമ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി അഥവാ പിതൃ സഹോദരി, ഉപ്പയുടെ സഹോദരി ആരാണ്? ഖദീജയാണോ സഫിയയാണോ? ഖദീജ ഭാര്യയാണ്, സഫിയയാണ് ശരിയായത്. മൂന്നാമത്തത് ഇസ്മുഹു അബ്ദുറഹ്മാൻ ബിൻ സഖർ, അവരുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ്. ആരുടെ പേര്? അബൂ ഹുറൈറയുടേതാണോ ബിലാൽ ബിൻ റബാഹിൻ്റെതാണോ? അബൂ ഹുറൈറയുടെ പേരാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ. നാലാമത്തത് ഹിബ്രു ആദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് ഉമർ ബിനുൽ ഖത്താബ്, ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അഞ്ചാമത്തത് ഉസ്തുഷിദ ജാഫർ, ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഫിൽ ബദരി, ബദർ യുദ്ധത്തിലാണ്. ഫിൽ മുഅത്തത്ത് യുദ്ധത്തിലാണ്. മുഅത്തത്ത് യുദ്ധത്തിലാണ്, ബദർ യുദ്ധത്തിലല്ല. ബദർ യുദ്ധം നമ്മൾ റമളാൻ 17 നടന്നതല്ലേ, അതിലല്ല. മുഅത്തത്ത് യുദ്ധത്തിലാണ് ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായത്. പിന്നെ ഉസ്തുഷിദ ഹംസത്തു, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായതോ ഫി ഉഹുദ്, അത് ഉഹുദിലാണ്. ഫിൽ ബദർ, ബദർ എന്നുണ്ട്, അവിടെയും ബദറുണ്ട്, ബദറല്ല. അപ്പോൾ രണ്ടിടത്തും ബദർ വരുന്നില്ല. ഒന്നിൽ മുഅത്തത്തും മറ്റൊന്നിൽ ഉഹുദുമാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. ജാഫർ റളിയല്ലാഹു അൻഹു മുഅത്തത്തിലും ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിലുമാണ് ഷഹീദാവുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തത് മനിൽ ഖായിലു, ആര് പറഞ്ഞു എന്നുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ. അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ നന്ദിയായി അറിയിക്കുകയും ചെയ്യുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ഇന്ന ഹൗലാഹി യഖൂലൂന ഫീ ഈസ ഗൈറ മാ തഖൂൽ, നമ്മൾ പറയാത്ത പലതും, നിങ്ങൾ പറയാത്ത പലതും ഈസാ നബിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് എന്നാരാണ് പറഞ്ഞത്? അംറു ബിനു ആസാണ് പറഞ്ഞത്. രണ്ടാമത്തത് യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ, നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസ് കേൾക്കുന്നു. ഫഅൻസാഹു, മറന്നുപോവുകയും ചെയ്യുന്നു. ഹദീസ് ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ അപ്പാടെ മറന്നുപോവുകയാണ്. ഇതാര് പറഞ്ഞതാണ്? അബൂ ഹുറൈറ പറഞ്ഞതാണ്. മൂന്നാമത്തത് ഉമ്മുൽ ഫضൽ ഹാമിലുൻ, ഉമ്മുൽ ഫضൽ ഗർഭിണിയാണെന്ന് ആരാ പറഞ്ഞത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മുൽ ഫضലിൻ്റെ ഭർത്താവ്. അപ്പോൾ അവരാണ് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. നാലാമത്തത് മാ റഅയ്തു ഔറഅ മിൻ ഇബ്നു ഉമർ, ഇബ്നു ഉമറിനേക്കാളും സൂക്ഷ്മത പുലർത്തുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതാര് പറഞ്ഞതാണ്? മൈമൂൻ ബിനു മിഹ്റാൻ, മൈമൂൻ ബിനു മിഹ്റാൻ, പേര് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വിഷയങ്ങൾ നമ്മുടെ താരീഖിലുള്ളതുകൊണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ചോദ്യം തമ്മീമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അറിയണമെങ്കിൽ പാഠഭാഗവുമായി നല്ലോണം ബന്ധമുണ്ടാവണം. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠങ്ങളിൽ അവസാനത്തെ 3 പാഠം നന്നായി വായിച്ച് പോവുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പ്രയാസമായിരിക്കും. ഇനി തമ്മീമ് വായിക്കാം. അതിൽ ഒന്നാമത്തത് കാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അസ്ഹാബി, എൻ്റെ അനുചരന്മാർ കന്നുജൂം, നക്ഷത്രതുല്യരാണ്. ഫബി അയ്യിഹിം, അവരിൽ നിന്ന് ആരെ ഇഖ്തദൈത്തും, നിങ്ങൾ പിന്തുടർന്നാലും, ഇഹ്തദൈത്തും, നിങ്ങൾ സന്മാർഗം പുൽകും. അപ്പോൾ ആരെ തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലെത്തും. രണ്ടാമത്തത് കാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹാദാ സിറു മാ ലഹിഖ്തു, ഇതാണ് ഞാൻ ചിരിച്ചതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാരണം. ഫല്ലുദ്നു ബില്ലുദ്നി, ഇപ്പം ചെവിക്ക് പകരം ചെവിയായി. റഅ്സു സായിദുൻ, തല അധികവുമായി. അബൂജഹലിനെ കൊന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞ കാര്യമാണ്.
ഇനി രണ്ടാമത്തത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലല്ലാഹ അൻ യുഖിറ അഅ്യുനുക്കും, ലഅല്ലല്ലാഹ അല്ലാഹു ആക്കാനും മതി, അൻ യുഖിറ അഅ്യുനുക്കും നിങ്ങൾക്ക് കൺകുളിർമ നൽകാനും മതി എന്നതാണ് അതിൻ്റെ ബാക്കി വരുന്നത്. നാലാമത്തത് റഅ ഇബ്നു അബ്ബാസ് കണ്ടു ജിബ്രീലിനെ മറത്തൈനി 2 പ്രാവശ്യം കണ്ടു. അഞ്ചാമത്തത് ഖാല ഉമർ ബിനുൽ ഖത്താബ് പറഞ്ഞു അബൂബക്കർ സയ്യിദുന, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, അഅ്തക സയ്യിദന ഞങ്ങളുടെ നേതാവിനെ മോചിപ്പിച്ചു. ആ മോചിപ്പിക്കപ്പെട്ട നേതാവാരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, മറ്റൊരു നേതാവായ ഞങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ മോചിപ്പിക്കുകയും ചെയ്തു. നാലാമത്തത് അജ്ബ് ഉത്തരം എഴുതാനാണ്. മാദാ ഫഅലത്ത് സുഫിയത്തു യൗമ ഉഹദ്, ഉഹദിൻ്റെ ദിവസം സുഫിയ റളിയല്ലാഹു അൻഹ എന്താണ് ചെയ്തത്? ഫലമ്മ ഇൻകശഫൽ മുസ്ലിമൂന അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ തൊട്ട് മുസ്ലിമീങ്ങളായ ആളുകളുടെ പക്ഷത്തു നിന്ന് ആളുകൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കുന്തം എടുത്തുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രം അവിടെ നിലത്തിട്ടുകൊണ്ട് ആ കുന്തം കൊണ്ട് സഫ് മുറിക്കുന്ന രൂപത്തിൽ നിലത്ത് ചാല് കീറിക്കൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ സുഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു വൈഹക്കും നിങ്ങൾക്ക് നാശം, ഇൻ ഹസംതും അൻ റസൂലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ തൊട്ട് വിട്ടു പോവുകയാണോ, നിങ്ങൾക്ക് നാശമാണ് എന്ന് സുഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു. വിശാലമായിട്ട് പുസ്തകത്തിലുണ്ട്, ഒന്ന് വായിച്ചാൽ മതി. രണ്ടാമത്തത് മാദാ ഖാലൽ ബുഖാരി വൻ അബി ഹുറൈറ, അബൂ ഹുറൈറയെക്കുറിച്ച് ബുഖാരി ഇമാം എന്താണ് പറഞ്ഞത്? റവ അൻഹു നഹ്വു മിൻ 800 റജുലിൻ ഔ അക്സറു മിൻ അഹ്ലിൽ ഇൽമി, വിജ്ഞാനത്തിൻ്റെ ആളുകളിൽപ്പെട്ട പണ്ഡിതന്മാരായ 800-800-ലധികമോ വരുന്ന ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പണ്ഡിതന്മാർ തന്നെ മിന സഹാബത്തിൽപ്പെട്ടവരുണ്ട്, താബീങ്ങളിൽപ്പെട്ടവരുണ്ട്, വഗൈരിഹിം അതല്ലാത്ത ആളുകളുമുണ്ട്. മൂന്നാമത്തത് മതാ ഖാല അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തവീൽ, അള്ളാഹുവെ ഈ കുട്ടിക്ക് നീ ഫിഖ് പഠിപ്പിക്കണം, അതുപോലെ തന്നെ ഖുർആനിൻ്റെ വ്യാഖ്യാനവും പഠിപ്പിക്കണം. ഇത് എപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്? ലമ്മാ വലഅ ഇബ്നു അബ്ബാസ് ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളുഅൻ, നബി തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വെച്ചപ്പോഴാണ് ഇത് നബി തങ്ങൾ പറഞ്ഞത്. എപ്പോൾ? വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി വെച്ച സമയത്താണ് ഈ ദുആ നടത്തിയത്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തവീൽ. നാലാമത്തത് അസ്സിലത്തു ബൈന ഹംസ വൻ നബി മാഹിയ, നബിയുടെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധം അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പിതൃ സഹോദരനാണ്. വ അഖൂഹു മിനർ റളാഅത്തി, മുലകുടി ബന്ധത്തിലുള്ള സഹോദരനുമാണ്. ഇനി അഞ്ചാമത്തത് മാദാ ഖറ ഇബ്നു മസ്ഊദ് ഇന്ദൽ ബൈത്ത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബയിൽ വെച്ച് ഏതാണ് ഓതിയത്? അർ-റഹ്മാൻ സൂറത്തു റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന സൂറത്ത്. അഞ്ചാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തം മർലിയ, ശാന്തതയുള്ള ആത്മാവേ സ്വയം തൃപ്തിയോടെയും റബ്ബിൻ്റെ തൃപ്തിയോടെയും നിൻ്റെ റബ്ബിലേക്ക് നീ മടങ്ങുക എന്നതാണ് അതിൻ്റെ ആശയം. ഇനി ആറാമത്തത് ഉക്തുബുൽ മാന, അർത്ഥം എഴുതുക. ബത്തൂല് കുമാരി, ലഹ്ക്ക് ചിരി, തഅ്വീൽ വ്യാഖ്യാനം, മുത്തജസ്സിസ് ചാരൻ, ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് വസാബിക്കൂന ഡാഷ് അൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. വസാബിക്കൂന അൽ അവ്വലൂന മിനൽ മുഹാജിരീന, മുഹാജിരീങ്ങളിൽ നിന്ന് ആദ്യത്തെ ആളുകളും, വൽ അൻസാർ അൻസാരികളിൽ നിന്നും, വല്ലദീന തബഅഹും അൻസാരികളെ പിൻപറ്റിയ ആളുകളും, ബിഇഹ്സാൻ നന്മയിൽ, റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളു അൻഹു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതോടെ ഈ ഒരു ചോദ്യപേപ്പർ മുഴുവനായി നമ്മൾ വായിച്ചു. അപ്പോൾ ഏതാണ് രൂപം എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടിലും ആവർത്തിച്ചു വരുന്നത് ഇമ്പോർട്ടൻ്റായി കാണുകയും പഠിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും താരീഖാവുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. വയസ്സും അതുപോലെ തന്നെ ജനനത്തീയതിയും, അത് ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ പാഠം നന്നായി വായിക്കണം. പിന്നെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അറിയണമെങ്കിൽ പാഠം വായിക്കുക തന്നെ രക്ഷയുള്ളൂ. എല്ലാവർക്കും എളുപ്പമുണ്ടാവട്ടെ, നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉണർത്തുകയാണ്.